സാറേ, ആദ്യത്തെ ചോദ്യം വന്നേക്കുന്നത് ഈ നെഗറ്റീവ് ആയാൽ പണം തിരിച്ചു കിട്ടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്നാണ്. അതായത് നമുക്കെതിരായിട്ട് ബഡ്സ് ആക്ട് നമുക്ക് എതിരാണ്, ബഡ്സ് ആക്ടിനകത്ത് പെടും നമ്മൾ എങ്കിൽ അതിന് പണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള മാർഗം എന്താണെന്ന് ആദ്യത്തെ ചോദ്യം. അതിനുള്ള മറുപടി പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബഡ്സ് ആക്ട് തന്നെ നിലവിൽ വന്നത് എന്തിനാണ്? നേരത്തെ ഉണ്ട് ചിറ്റ്സ് ആൻഡ് മണി ആക്ട് ആയിരുന്നു നേരത്തെ ഉള്ളത്. പിന്നെ അതിന് ശേഷം PMLA ആയി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉള്ള ഒരു ദൂഷ്യവശം എന്തായിരുന്നെന്ന് പറഞ്ഞാൽ, അതിൻ്റെ അകത്തുനിന്ന് ഈ കണ്ടുകെട്ടുന്ന തുകകൾ, ആ കണ്ടുകെട്ടുന്ന തുകകൾ ആദ്യം സർക്കാർ അങ്ങ് എടുക്കുമായിരുന്നു ചെയ്യുന്നത്. അത് അത് അങ്ങനെ ആയപ്പോൾ അത് പണം നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. അതിനെ കൂടെ മാറ്റിക്കൊണ്ടാണ് ഇപ്പം നമ്മുടെ പുതിയ ബഡ്സ് ആക്ട് വന്നത്. ഇപ്പോൾ ബഡ്സ് ആക്ടിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? പണം കണ്ടുകെട്ടി അല്ലെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ ആർക്കാണോ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞവർക്ക് സർക്കാരിന് എടുക്കാൻ പറ്റും. അതാണ് ബഡ്സ് ആക്ട് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ളൊരു ഗുണം. അപ്പോൾ ബഡ്സ് ആക്ടിനകത്ത് അങ്ങനെ വന്നാലും നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട്. ആ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നമ്മൾ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് പൈസ ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്നത്, ആ ആരെ കണ്ടെത്തിയ ശേഷം അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ. രണ്ട്, അതിന് എങ്ങനെയാണ് അതിൻ്റെ സജ്ജീകരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് ഒരു റിസീവർ ഭരണത്തിലേക്ക് അത് പോകും. ആ റിസീവർ ഭരണം എന്ന് പറയുമ്പോൾ 3 പേരോ 4 പേരോ ചേർന്ന ഒരു വക്കീലിൻ്റെ പാനലാവും. ആ പാനലിലുള്ളവരായിരിക്കും വീടിൻ്റെ അകത്ത് എത്ര പേർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്, എത്ര അവർ കൈപ്പറ്റിയിട്ടുണ്ട്, ബാലൻസ് എത്ര കൊടുക്കാനുണ്ട്, ഇതെല്ലാം കണ്ടെത്തിയ ശേഷം കോടതി നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട്, ഇതെല്ലാം റിപ്പോർട്ടായിട്ട് കോടതിയിൽ കൊടുക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം പിന്നീടായിരിക്കും ഈ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില കാലതാമസങ്ങൾ ഒക്കെ വരും. അതായത് കോടതിയിൽ ഇത്ര പ്രൊസീജിയറൊക്കെ നടക്കാൻ വേണ്ടിയുള്ള കാലതാമസങ്ങൾ വരും. എന്തായാലും ബഡ്സ് ആക്ടിൽ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആർക്കും ഒരു രൂപ പോലും നഷ്ടപ്പെടത്തില്ല. അവർക്ക് കിട്ടിയതിൻ്റെ ബാക്കി പണം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്.